റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക ചർച്ച. അത് വൈറ്റ് ഹൗസിലോ ക്രെംലിനിലോ അല്ല, മറിച്ച് അമേരിക്കയുടെ സ്വന്തം അലാസ്കയിൽ വെച്ച് ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അലാസ്ക തിരഞ്ഞെടുത്തത്? പുടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഈ കൂടിക്കാഴ്ച വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ ഈ വേദി ഇത്രയധികം ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അതിന് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICC ആണ്. ലോകത്തെവിടെയുമുള്ള യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന ഈ കോടതിയിൽ ഫ്രാൻസ്, ജർമ്മനി, ബ്രസീൽ തുടങ്ങി 124 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഈ കോടതിയുടെ നിയമപ്രകാരം അവർ ശിക്ഷിച്ച ഒരാൾ ഈ 124 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കാലുകുത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് നെതർലൻഡ്സിലെ കോടതി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് പ്രശ്നം. 2023 മാർച്ച് 17 യുക്രൈനിൽ നിന്ന് കുട്ടികളെ നിയമവിരുദ്ധമായി റഷ്യയിലേക്ക് കടത്തി എന്ന കുറ്റം ചുമത്തി ICC പുടിനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു യുദ്ധക്കുറ്റമായാണ് അവർ കാണുന്നത്. ഈ അറസ്റ്റ് ഭീഷണി കാരണമാണ് പുടിൻ 2025 ബ്രസീലിലും 2023 ദക്ഷിണാഫ്രിക്കയിലും നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ പുടിന് സുരക്ഷിതമായി എത്താൻ കഴിയുന്ന ഒരിടം വേണമായിരുന്നു. ചൈന, ഇന്ത്യ, UAE, അമേരിക്ക പോലെ ICCയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളിലൊന്ന്. ഒടുവിൽ പുടിൻ തന്നെ തിരഞ്ഞെടുത്തത് അമേരിക്കയിലെ അലാസ്കയാണ്. എന്തുകൊണ്ടാണ് അലാസ്ക? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1. അറസ്റ്റ് ഭയമില്ല. അമേരിക്ക ICCയിൽ അംഗമല്ലാത്തതുകൊണ്ട്. അതിന്റെ നിയമങ്ങൾ അമേരിക്കയ്ക്ക് ബാധകമല്ല. അതിനാൽ പുടിനെ അറസ്റ്റ് ചെയ്യണമെന്ന ഭയം വേണ്ട. 2. റഷ്യയുടെ സൈനിക സാമീപ്യം. ഇതാണ് ഏറ്റവും നിർണായകമായ കാരണം. റഷ്യയിൽ നിന്ന് വെറും 88 കിലോമീറ്റർ ദൂരമേയുള്ളൂ അലാസ്കയിലേക്ക്. ബെറിംഗ് കടലിടുക്ക് മുറിച്ചു കടന്നാൽ മതി. റഷ്യയുടെ ബിഗ് ഡയോമെഡ് ദ്വീപും അമേരിക്കയുടെ ലിറ്റിൽ ഡയോമെഡ് ദ്വീപും തമ്മിൽ വെറും 3.8 കിലോമീറ്റർ ദൂരമേയുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ റഷ്യൻ സൈന്യത്തിന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അലാസ്കയിലെത്താൻ സാധിക്കും. ഇത് പുടിന് നൽകുന്ന സുരക്ഷ വളരെ വലുതാണ്. 3. ചരിത്രപരമായ ഒരു സന്ദേശം. ഒരു കാലത്ത് അലാസ്ക റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. റഷ്യൻ അമേരിക്ക എന്നാണ് അന്ന് അത് അറിയപ്പെട്ടിരുന്നത്. 1867 റഷ്യ ഇത് അമേരിക്കയ്ക്ക് വിറ്റത്. ഒരു കാലത്ത് തങ്ങളുടെ ഭാഗമായിരുന്ന മണ്ണിൽ വെച്ച് അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് റഷ്യയ്ക്ക് ഒരു പ്രതീകാത്മക സന്ദേശം കൂടിയാണ്. ഇനി പുടിന്റെ സുരക്ഷയെക്കുറിച്ച് പറയാം. പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ് എന്ന വിഭാഗമാണ് പുടിന്റെ സുരക്ഷയുടെ ചുമതലക്കാർ. ഏകദേശം 50,000 ഉദ്യോഗസ്ഥരുള്ള ഈ സേന അമേരിക്കൻ സീക്രട്ട് സർവീസിനേക്കാൾ 6 ഇരട്ടി വലുതാണ്. പുടിന്റെ തൊട്ടടുത്ത് എപ്പോഴും ആയുധധാരികളായ 30 ഗാർഡുകൾ ഉണ്ടാകും. ഇതിനു പുറമെ ഐസ്ക്രീം വിൽപ്പനക്കാരന്റെ രൂപത്തിലും ആൾക്കൂട്ടത്തിൽ ഒരാളായും 100 കണക്കിന് ഉദ്യോഗസ്ഥർ ചുറ്റുമുണ്ടാകും. അലാസ്കയിൽ പുടിൻ ഏത് ഗേറ്റിലൂടെ വരും? ആര് വാതിൽ തുറക്കും? എന്തിന്? അവിടെ നിൽക്കുന്നവർ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് വരെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കണ്ടാൽ പോലും സുരക്ഷാ അലാം മുഴങ്ങും. ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ റഷ്യയുടെ ആൽഫ ഗ്രൂപ്പ്, വിംബൽ തുടങ്ങിയ പ്രത്യേക കമാൻഡോ സംഘങ്ങളും പുടിന്റെ സ്വന്തം വിമാനം IL-96 ജെറ്റും അലാസ്കയ്ക്ക് സമീപം സജ്ജമായിരിക്കും. റഷ്യൻ യുദ്ധവിമാനങ്ങൾ സമീപത്ത് നിരീക്ഷണം നടത്തുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാന ചോദ്യം, ഈ കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുമോ? അതെ, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഈ ചർച്ച എന്ന് ട്രംപ് തന്നെ പറയുന്നു. ഒരു സമാധാന കരാറാണ് ലക്ഷ്യം. ഖേഴ്സണിലും സപ്പോരീഷ്യയിലും റഷ്യ സൈനിക നടപടികൾ നിർത്തുന്നതിന് പകരമായി ക്രിമിയയും ഡോൺബാസും റഷ്യയ്ക്ക് വിട്ടു നൽകുക എന്നൊരു ഫോർമുല ചർച്ചയിലുണ്ടെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വിദഗ്ധർ പറയുന്നത് ഈ ചർച്ചയിൽ യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ശാശ്വതമായ ഒരു സമാധാനം സാധ്യമാകൂ എന്നാണ്. പുടിനാകട്ടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിക്കാൻ തയ്യാറുമല്ല. ഈ കൂടിക്കാഴ്ച ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞാണ് ട്രംപ് നമ്മുടെ മേൽ 50% തീരുവ ചുമത്തിയത്. യുദ്ധം നിന്നാൽ ആ കാരണം ഇല്ലാതാകും. അത് അമേരിക്കയുമായും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ചുരുക്കത്തിൽ അലാസ്കയിൽ നടക്കുന്നത് വെറും ഒരു ചർച്ചയല്ല, ലോകത്തിന്റെ ഗതി നിർണയിച്ചേക്കാവുന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ച യുദ്ധത്തിന് അന്ത്യം കുറിക്കുമോ?
ഇന്ത്യയുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.